നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി ആദരമർപ്പിച്ചു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്നു. അമിത് ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും വസതിയിലെത്തി മുൻ പ്രധാനമന്ത്രിക്ക് ആദരവ് നൽകി. മല്ലികാർജ്ജുന ഖാർഗെയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വീട്ടിലെത്തി ആദരം അർപ്പിച്ചു. രാജ്യത്ത് സർക്കാർ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അക്കാദമിക ലോകത്തും ഭരണരംഗത്തും ഒരുപോലെ അനായാസം തിളങ്ങിയ അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകി. രാഷ്ട്രത്തിനായുള്ള സേവനത്തിനും കളങ്കമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിനും അങ്ങേയറ്റത്തെ വിനയത്തിനും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ് എന്നും രാഷ്ട്രപതി പറഞ്ഞു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം ഇന്ന് രാവിലെ 11:45 ദില്ലിയിലെ നിഗംബോഡ് ഘാട്ടിൽ നടക്കും. യമുന തീരത്ത് പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല. പൂർണ്ണ സൈനിക ബഹുമതിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതിലും സ്മാരകത്തിനുള്ള സ്ഥലത്തു തന്നെ സംസ്കാരം നടത്താത്തതിലും കടുത്ത അമർഷം രേഖപ്പെടുത്തി കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ നിലപാട് വേദനാജനകമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. മൻമോഹൻ സിംഗിൻ്റെ സ്മാരകത്തിനുള്ള സ്ഥലം അടുത്ത ആഴ്ച തീരുമാനിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചത്. സ്മാരകത്തിനുള്ള സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ കത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പുറത്തുവിട്ടു. മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം നിഗംബോധ് ഘട്ടിൽ നടത്തുന്നതിനെ എതിർത്ത് ശിരോമണി അകാലിദൾ രാജ്ഘട്ടിൽ തന്നെ സംസ്കാരം വേണമെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. സിഖ് വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ വ്യക്തിയെ അവഹേളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബാദൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കും. രാവിലെ 8-ന് ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും. 9:30 ശേഷം നിഗംബോധ് ഘട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. മുനമ്പത്തെ തർക്കഭൂമിയുടെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്തണമെന്ന് വഖഫ് ട്രൈബ്യൂണൽ. തിരുവിതാംകൂർ രാജാവ് സേട്ട് കുടുംബത്തിന് പട്ടയമായാണോ ഭൂമി നൽകിയെന്ന് ചോദിച്ച ട്രൈബ്യൂണൽ പാട്ടക്കരാറാണെങ്കിൽ വഖഫ് ആധാരം നിലനിൽക്കില്ലെന്നും നിരീക്ഷിച്ചു. വടക്കൻ പറവൂർ സബ് കോടതി മുതൽ ഹൈക്കോടതി വരെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഭൂപ്രശ്നത്തിലാണ് ട്രൈബ്യൂണലിൻ്റെ സുപ്രധാന നിരീക്ഷണം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഫാറൂഖ് കോളേജ് രംഗത്ത്. ഭൂമി വഖഫ് ആണെന്ന് അവകാശപ്പെടുന്ന സത്താർ സേട്ടിൻ്റെയും സിദ്ദിഖ് സേട്ടിൻ്റെയും പിന്മുറക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ല. ഇന്ന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണെന്നും വഖഫ് ട്രൈബ്യൂണൽ ഫാറൂഖ് കോളേജ് നിലപാടെടുത്തു. മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതിയെ കക്ഷി ചേർക്കരുതെന്നും ഫാറൂഖ് കോളേജ് ആവശ്യപ്പെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ഇന്ന് യാത്രയപ്പ്. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. അദ്ദേഹം പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ഇതേ ദിവസം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കും. രാജ്ഭവൻ ജീവനക്കാരാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയപ്പ് നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP നേതാവ് CP ജോൺ പറഞ്ഞു. വർഗീയതയാണെങ്കിലും ആക്രമിക്കപ്പെടുകയെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നാണ് നിലപാട്. SDPI ഉൾപ്പെടെയുള്ളവർ മതേതര പക്ഷത്ത് വരണമെന്നും ജോൺ ആവശ്യപ്പെട്ടു. അടുത്ത തവണ അധികാരത്തിലേറാമെന്ന് UDFന് അമിത ആത്മവിശ്വാസം പാടില്ലെന്നും പണിയെടുത്താലേ ജയിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുതെന്നും CP ജോൺ കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ. 2016-ൽ കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും മുരളീധരൻ വിവരിച്ചു. മോദിയെ വിമർശിക്കാതെ രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എങ്ങനെ കിട്ടുമെന്നും K മുരളീധരൻ ചോദിച്ചു.
മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരോട് കേരളം കാട്ടിയ സ്നേഹത്തിനും കുടുംബത്തിനോട് കാട്ടിയ കരുതലിനും നന്ദി പറഞ്ഞ് മകൾ അശ്വതി വി. നായർ. അച്ഛൻ്റെ ചികിത്സയുടെ സമയത്തും വേർപാടലും കുടുംബത്തോടൊപ്പം നിന്നവർക്കും നേരിട്ടും അല്ലാതെയും അനുശോചനം അറിയിച്ച എല്ലാവർക്കും അശ്വതി നന്ദി പറഞ്ഞു. സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി കോൺഗ്രസ്. ബൂത്ത് തലം മുതൽ പാർട്ടിയുടെ മുകൾ തട്ട് വരെ കാര്യമായ പുനഃസംഘടന വേണമെന്ന് ബലഗാവിയിൽ ഇന്നലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചതായി പാർട്ടി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാനായി സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയാകുന്നതുമായ സുപ്രധാന വിധി ഹൈക്കോടതി പുറത്തിറക്കിയത്. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത MS സൊല്യൂഷൻസിലെ അധ്യാപകർക്കെതിരെ കർശന നടപടിയുമായി ക്രൈംബ്രാഞ്ച്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും അധ്യാപകർ ഹാജരായില്ല. ഇതേ തുടർന്നാണ് കർശന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായി കെ. സുരേന്ദ്രന് തുടരാൻ കളമൊരുങ്ങുന്നു. 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാം. അതുവഴി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രന് വീണ്ടും അവസരമൊരുങ്ങുകയാണ്. കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസനാണ് ഇതു സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിൽ വിശദീകരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ മേയർ M.K. വർഗീസിനെതിരെ ആഞ്ഞടിച്ച് CPI നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ VS സുനിൽകുമാർ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനിൽ നിന്ന് മേയർ M.K. വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന രീതിയിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. വീട്ടിലേക്ക് വരുന്നവരോട് കയറരുത് എന്ന് പറയാനുള്ള സംസ്കാരമില്ലെന്നും സാമാന്യ മര്യാദയുടെ ഭാഗമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനിൽ നിന്ന് കേക്ക് കൈപ്പറ്റിയതെന്നും തൃശൂർ മേയർ M.K. വർഗീസ്. സുനിൽകുമാറിൻ്റെ ആരോപണം പുതിയതല്ലെന്നും മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിയില്ലെന്നും M.K. വർഗീസ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.